Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ ആണ് A സീരീസിൽ സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി A73 5G. അപ്പോൾ സാംസങ്ങിന്റെ A സീരീസ് എപ്പോഴും ഒരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് തരാറ്. നമ്മൾ ഈ അടുത്ത് സാംസങ് ഗാലക്സി A53 അൺബോക്സ് ചെയ്തായിരുന്നു. അൺബോക്സ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞാലും അതിനകത്ത് കുറേ പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. അതേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് സാംസങ് ഗാലക്സി A73ലും വരുന്നത്. അഡീഷണൽ ആയിട്ട് ക്യാമറയിൽ കുറച്ച് മാറ്റമുണ്ട്, പ്രോസസ്സർ ചേഞ്ച് ആയിട്ടുണ്ട്. സാംസങ് ഗാലക്സി A73 5G ഡിവൈസ് ആണ്. ഇതിൽ പവർ ചെയ്തിരിക്കുന്നത് ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 778G ഒക്ടകോർ പ്രോസസ്സറാണ്, 6 നാനോമീറ്റർ ചിപ്പാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് 108 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. പിന്നെ ഇതിന് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ആയ IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ് ക്യാമറയിൽ. പിന്നെ 4 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സും 5 ഇയേഴ്സ് ഓഫ് പാച്ചസും ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിന്റെ കാര്യത്തിൽ വളരെ മികച്ച ഒരു ആസ്പെക്റ്റ് ആണ് സാംസങ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്. പിന്നെ സാംസങ്ങിന്റെ 1 UI നമുക്കറിയാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി സാംസങ്ങിന്റെ sAMOLED 120 Hz റിഫ്രഷ് റേറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിവൈസിന്റെ അൺബോക്സിംഗ് നമ്മൾ ചെയ്യാം. അൺബോക്സിംഗ് ചെയ്യുമ്പോൾ ബാക്കി വിശേഷങ്ങളും ഇതിന്റെ ഫീച്ചേഴ്സും എല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി A73 അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ സാംസങ് ഗാലക്സി A73 5G എഴുതിയാണ്. ബോക്സിൻ്റെ മുകളിൽ തന്നെ ഡിവൈസിൻ്റെ പടമുണ്ട്. 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഓസം മിൻറ്റ്, ഓസം വൈറ്റ്, ഓസം ഗ്രേ. നമ്മുടെ കയ്യിലുള്ളത് ഓസം മിൻ്റ് ആണ്. ഒരു ഗ്രീനിഷ് കളറാണ്. 8GB 128GB സ്റ്റോറേജ് ആണ് വരുന്നത്. അതേപോലെ 8GB 256GB സ്റ്റോറേജും ഇൻക്ലൂഡഡ് ആണ്. 41,999 128GB സ്റ്റോറേജിൻ്റെ വില. അതേപോലെ 256GB സ്റ്റോറേജിന് 44,999 വരുന്നത്. പിന്നെ ഡിവൈസിൻ്റെ സൈഡിൽ എഴുതിയതാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ലോഞ്ച് ഡിവൈസിനെ പോലെ തന്നെ ഇതിനകത്തും ചാർജറില്ല. വളരെ സ്ലിം ബോക്സ് പാക്കേജാണ് വരുന്നത്. അപ്പം ഇതാണ് ബോക്സ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് തുറന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സാംസങ് ഗാലക്സി A73 5G എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ബോക്സിൽ വരുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു വാറൻറ്റി ഇൻഫർമേഷനും അതേപോലെ ഒരു USB Type-C ചാർജിങ് കേബിളാണ്. 2 സിം കാർഡ് സപ്പോർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സാർ വാല്യൂ 1.14 ആണ് ഹെഡ് സാർ വരുന്നത്. ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A73 5G. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഡിസൈൻ ആൻഡ് ലുക്സും അതേപോലെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ ലുക്സും ഡിസൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ബാക്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഒരു LED ഫ്ലാഷും ഉണ്ട്. അപ്പോൾ ക്യാമറ സിസ്റ്റം നല്ല രീതിയിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്യാമറ സിസ്റ്റവും ബാക്ക് പാനലിലേക്കുള്ള ഒരു ഇൻറ്റഗ്രേഷൻ ഉണ്ടല്ലേ, വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ് വരുന്നത്. ഒരു 108 മെഗാ പിക്സൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഈ ബാക്ക് പാനലിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അതൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളികാർബണേറ്റേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സാംസങ്ങിൻ്റെ ലോഗോ കാണാം. പിന്നെ ഇതിൻ്റെ സ്ലിംനെസ് പറയുകയാണെങ്കിൽ ഇതിൽ സാംസങ്ങിൻ്റെ A സീരീസിലെ ഏറ്റവും സ്ലിമ്മായ ഡിവൈസാണ്. വെറും 7.6 മില്ലിമീറ്റർ തിക്നെസ്സേ ഉള്ളൂ. അതായത് 7.6 mm തിക്നെസ്സേ ഉള്ളൂ. അതുമാത്രമല്ല ഇതിനകത്ത് വെറും 181 ഗ്രാംസ് ഇതിൻ്റെ വെയിറ്റ് ഉള്ളൂ. അപ്പോൾ എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ആണ്. 6.7 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിൽ പോലും വളരെ ലൈറ്റ് വെയിറ്റ് ഡിവൈസാണ്. കാരണം ഇത് കുറേ കൂടെ പോളികാർബണേറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഡിവൈസാണെന്ന് പറയാം. പിന്നെ അതിന് IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അതൊരു ഡ്യൂറബിലിറ്റി ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഴയത്ത് പോയാലോ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ പോലും പ്രോബ്ലംസ് ഒന്നും തന്നെയില്ല. IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും ഡിസ്പ്ലേക്ക് കൊടുത്തു കാരണം ഡിസ്പ്ലേയിലെ സ്ക്രാച്ചസും വരുന്നതിനെല്ലാം പ്രൊട്ടക്ഷനും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഡ്യൂറബിലിറ്റി ആസ്പെക്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസാണ് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. താഴത്ത് USB Type-C പോർട്ട് സ്പീക്കർ യൂണിറ്റാണ് വരുന്നത്. മുകൾ ഭാഗത്തും ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ട്. അതേപോലെ ഇവിടെ സിം ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് പാനൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. പിന്നെ ഡിസ്പ്ലേ ബെസൽസ് ആണെങ്കിലും വളരെ മിനിമലിസ്റ്റിക് ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈനിൻ്റെ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഡിവൈസാന്ന് പറയാം. അതേപോലെ ലൈറ്റ് വെയിറ്റും വളരെ സ്ലിം ആയ ഒരു ഫോം ഫാക്ടറാണ് വരുന്നത്. 3 കളേഴ്സിലാണ് അത് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മുടെ കയ്യിലുള്ളത് ഓസം മിൻറ്റ് എന്ന് പറഞ്ഞ കളറാണ്. ഇനി അടുത്ത ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. ഇതിനകത്ത് വരുന്നത് സാംസങ്ങിൻ്റെ sAMOLED, അതായത് സൂപ്പർ AMOLED 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. വളരെ സ്മൂത്ത് ആൻഡ് റിഫൈൻഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ കളേഴ്സിൻ്റെ കാര്യമാണെങ്കിലും
നല്ല ടച്ച് റെസ്പോൺസാണ് വരുന്നത്. അതേപോലെ വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിലും ഇതുണ്ടല്ലേ മോഷൻ സ്മൂത്ത്നെസ് ഹൈയും നമുക്ക് സ്റ്റാൻഡേർഡ് വരുന്നത്. ഹൈ എന്ന് പറഞ്ഞാൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 60 ഹെർട്സ് ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് 6.7 ഇഞ്ചസ് സ്ക്രീൻ സൈസ് ആണ് വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് പറഞ്ഞാൽ 800 നിറ്റ്സ് ആണ് വരുന്നത്. ഗോറില്ല ഗ്ലാസ് 5 സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത്. നല്ല വൈബ്രൻ്റ് ആൻഡ് ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. അതേപോലെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് മൂവീസ് എല്ലാം വാച്ച് ചെയ്യാൻ നല്ലൊരു മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി എന്ന് പറയാം. പിന്നെ പ്രോസസ്സറും പെർഫോമൻസ് ഞാൻ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 778G ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇതിനകത്ത് 9 5G ബാൻഡ്സാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ വെർച്വൽ റാം എക്സ്പാൻഷൻ ഓപ്ഷനുണ്ട്, കൂളിംഗ് സപ്പോർട്ടും ഉണ്ട്, അതായത് ലിക്വിഡ് കൂളിംഗ് സപ്പോർട്ടും ഉണ്ട്. ഇൻ കേസ് ഹീറ്റ് ആകുമ്പോൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമും ഇൻക്ലൂഡഡാണ്. പിന്നെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ പൊതുവേ എല്ലാ ഫോൺസിലും 800 സീരീസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് 778G വരുന്നുള്ളൂ. 778G ആക്ച്വലി കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ്, മിഡ് റേഞ്ച് ചിപ്പ് സെറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസും ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ One UI 4.1 ആണ് വരുന്നത് ഇതിനകത്ത്. അതേപോലെ നമുക്ക് കിട്ടുന്നത് Android 12 ആണ്. ഇപ്പോൾ നമുക്ക് സെറ്റിങ്സ് അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ One UI 4.1 Android 12 ആണ് വരുന്നത്. പിന്നെ One UIയിലെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് വരുന്നുണ്ട്. അഡ്വാൻസ് ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 1 ഹാൻഡഡ് മോഡ്, സൈഡ് കീ കസ്റ്റമൈസേഷൻ, മോഷൻസ് ആൻഡ് ജെസ്റ്റേഴ്സ്, അതേപോലെ ഗെയിം ലോഞ്ചർ, ഡ്യുവൽ മെസ്സഞ്ചർ, ഫ്ലോട്ടിംഗ് വിൻഡോസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, തീം സപ്പോർട്ട് ഉണ്ട്. അങ്ങനെ നല്ലൊരു ഫീച്ചർ റിച്ച് UI ആണ്. Android 12 ആണ് വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ നോക്ക് സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂർ ഫോൾഡർ ഉണ്ട്, സാംസങ് പ്ലേ ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാംസങ്ങിൻ്റെ തന്നെ ആപ്ലിക്കേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 5 വർഷത്തെ പാച്ചസുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ 2026 ഈ ഫോണിന് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ കിട്ടും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ വേറെ ബ്രാൻഡ്സൊന്നും അത് ഓഫർ ചെയ്യുന്നില്ല. അപ്പോൾ സാംസങ് ഗാലക്സി A73 അതൊരു പ്രത്യേക ഫീച്ചറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ക്യാമറയെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 108 MP OIS ക്യാമറയാണ്. ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 12 MP അൾട്രാ വൈഡും 5 MP മാക്രോവും 5 MP ഡെപ്ത് സെൻസർ. ഫ്രണ്ട് പാനലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു 32 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറേൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്കിവിടെ എന്താ പറയുക, എല്ലാ മോഡ്സും അവൈലബിൾ ആണ്. പോർട്രേറ്റ് മോഡ്, വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 4K at 30 FPS ഉണ്ട്. റിയർ ക്യാമറയ്ക്ക് ഫ്രണ്ട് ക്യാമറയ്ക്കും 4K 30 FPS ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഫ്രണ്ട് ക്യാമറയ്ക്കും 4K 30 FPS സപ്പോർട്ട് ഇൻക്ലൂഡറാണ്. പിന്നെ നമുക്ക് മോഡിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്, മാക്രോ മോഡ് ഉണ്ട്, സൂപ്പർ സ്ലോ മോഷൻ ഉണ്ട്, ഹൈപ്പർ ലാപ്സ്, അങ്ങനെ ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാമറ സാമ്പിൾസ് വേണം. ഇതെല്ലാം സാംസങ് ഗാലക്സി A73 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് ക്യാമറ നല്ല ഇംപ്രസീവായി തോന്നി. പ്രത്യേകിച്ച് നല്ല ഡീറ്റെയിൽസും നല്ല കളർ ക്വാളിറ്റിയും അതേപോലെ നല്ല ഷാർപ്നെസ് ലെവൽസും കിട്ടുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മാക്രോസ് അവൈലബിൾ ആണ്, ക്ലോസപ്പ് ഷോട്ട്സും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. നല്ല ക്വാളിറ്റിയാണ്. ഒപ്റ്റിക്കലി മിക്സ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവുകൊണ്ട് തന്നെ നല്ല ഒരു സ്റ്റേബിൾ ഫുട്ടേജും കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യമാണെങ്കിലും ഒപ്റ്റിക്കലി മിക്സ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് റെക്കോർഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡിങ് നമുക്ക് OISഉം VDISഉം കൂടെ ചേർന്നിട്ടാണ് AI സ്റ്റെബിലൈസേഷനാണ് വരുന്നത്. നല്ല രീതിയിലാണ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ സെൽഫി ക്യാമറയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A73 5Gൻ്റെ ക്യാമറ വിശേഷങ്ങൾ. ഇനി അടുത്ത് ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. 25 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാർജർ വരുന്നില്ല, ചാർജർ നമുക്ക് സെപ്പറേറ്റ് മേടിക്കണം. 0 to 46% ഓൾമോസ്റ്റ് 30 മിനിറ്റ്സിൽ തീരുന്നതാണ് ചാർജിങ് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാർജിങ് ആണ്, വളരെ ഫാസ്റ്റൊന്നുമല്ല, എങ്കിലും ഭേദപ്പെട്ട രീതിയിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. ചാർജർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A73 5Gൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ നല്ല ആസ്പെക്ട്സ് പറയാവുന്നത് OIS ക്യാമറയാണ്, 108 MP സെൻസറാണ്, വളരെ സ്ലിം ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഡിവൈസാണ്, 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ്, സാംസങ്ങിൻ്റെ sAMOLED ഡിസ്പ്ലേ ആണ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, IP67 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റാണ് വരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നല്ല ആസ്പെക്ട്സ്. ഇനി ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ബോക്സിനകത്ത് ചാർജർ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ 800 സീരീസാണ് പൊതുവേ ഈ പ്രൈസ് സെഗ്മെൻറ്റ് വരുന്നത്. ഇവിടെ 778G വരുന്നുള്ളൂ. എങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ കോംപ്രമൈസൊന്നും തോന്നുന്നില്ല. എങ്കിലും 778ഉം 800 സീരീസും ഒബ്വിയസ്ലി ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ബാക്കിൽ പ്ലാസ്റ്റിക്കാണ് വരുന്നത്, പോളികാർബണേറ്റ് മെറ്റീരിയലാണ്, ഗ്ലാസ് അല്ല. അപ്പോൾ പ്രീമിയം ഫോണാണെങ്കിൽ പോലും ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു സാംസങ് ഗാലക്സി A73 5Gൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.